Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ സ്റ്റുഡൻസ്, സൗണ്ട് വേവ്സുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഒരു വസ്തുവിനടുത്ത് ഉണ്ടാകുന്ന സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി ആ വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് കൃത്യമായി തുല്യമായാൽ എന്ത് സംഭവിക്കും? നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. സ്റ്റേറ്റ്മെന്റ് 1: വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് 2: വസ്തു സൗണ്ട് വേവിനെ റിഫ്ലെക്റ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് 3: വസ്തു റെസൊണൻസിൽ ആകുന്നു. സ്റ്റേറ്റ്മെന്റ് 4: വസ്തു വേറൊരു ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവയിൽ ഏതൊക്കെയാണ് ശരി എന്ന് നമുക്ക് കണ്ടെത്തണം. ഓപ്ഷൻ എ 4 മാത്രം. ഓപ്ഷൻ ബി 1ഉം 3ഉം. ഓപ്ഷൻ സി 2ഉം 3ഉം. ഓപ്ഷൻ ഡി 3ഉം 4ഉം. ഇതിൽ ഏതാണ് ശരിയുത്തരം എന്ന് ഒരുമിച്ച് നോക്കാം. ഓരോ കൺസെപ്റ്റ്സും നമുക്ക് സിമ്പിൾ ആയിട്ട് അനലൈസ് ചെയ്യാം. ആദ്യം ആക്ച്വലി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. മറക്കരുത്, ചുറ്റുമുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. പുറത്തുനിന്നും വരുന്ന സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി ഈ നാച്ചുറൽ ഫ്രീക്വൻസിയുമായി പെർഫെക്റ്റ് ആയി മാച്ച് ആയാൽ ആ വസ്തു ഊർജ്ജം വലിച്ചെടുക്കുകയും ശക്തിയായി വൈബ്രേറ്റ് ചെയ്യാനും തുടങ്ങും. നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. വൈബ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വസ്തുവിനെ ഡിസ്റ്റർബ് ചെയ്താൽ അത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. ഇതിനെയാണ് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തതായി എന്താണ് റെസൊണൻസ്? പുറത്തുനിന്നും വരുന്ന ഒരു സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി ഒരു വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് പെർഫെക്റ്റ് ആയി ഈക്വൽ ആകുമ്പോൾ അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ മനോഹരമായ പ്രതിഭാസമാണ് റെസൊണൻസ്. നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് പരിശോധിക്കാം. ഫ്രീക്വൻസികൾ കൃത്യമായി മാച്ച് ആയതുകൊണ്ട് വസ്തു തീർച്ചയായും വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഈ പ്രോസസ് തന്നെയാണ് റെസൊണൻസ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 3ഉം ശരിയാണ്. അപ്പോൾ ശരിയായ കോമ്പിനേഷൻ 1ഉം 3ഉം ആണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാവർക്കും മനസ്സിലായോ? സൂപ്പർ! നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്!